ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണുന്നത് ആംബിയർ സർക്യൂട്ടൽ ലോ എന്ന് പറയുന്ന സെക്ഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോയാണ് ആംബിയേഴ്സ് ലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ബയോട്ട് സവാർട്സ് ലോ എന്താണെന്ന് കണ്ടു. അതിൻ്റെ അപ്ലിക്കേഷൻസ് ആയിട്ട് ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ എന്നൊരു സർട്ടൻ ഡിസ്റ്റൻസ് അകലെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഓക്കെ, ഇന്ന് നമ്മൾ കാണുന്നത് ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ ആണ്. ആംബിയർ സർക്യൂട്ടൽ ലോ എന്ന് പറയുന്നത് it states that the line integral of magnetic field along a closed path is equal to mu 0 times net current enclosed by the closed path എന്നുള്ളതാണ്. Ampere's law states that the line integral of magnetic field along a closed path equal mu 0 times the net current enclosed by the path. ഓക്കെ, അപ്പോൾ അതിന് മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അലോങ് എ ക്ലോസ്ഡ് പാത്ത്. സോ ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു എന്താണ് പറഞ്ഞത്? mu 0 times current enclosed by the path. ഇതാണ് ആംബിയേഴ്സ് ലോൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, നമുക്കിതെങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒരു സിലിണ്ട്രിക്കൽ സർഫസ് കൺസിഡർ ചെയ്യണം. ഓക്കെ, കൺസിഡർ എ സിലിണ്ടർ. ഓക്കെ, ഈ സിലിണ്ടറിൻ്റെ ആക്സിസിലൂടെ പോകുന്ന ഒരു ലൈനാണ് ഈ സാധനം റെഡിൽ കാണിച്ചിട്ടുള്ളത്. ഇതിലെ ഈ ഒരു റെഡ് ഇതിലൂടെയാണ് എന്ത് പോകുന്നത്? ഐ എന്നുള്ള എമൗണ്ട് ഓഫ് കറണ്ട് അല്ലെങ്കിൽ കണ്ടക്ടർ അവിടെയാണ് നിൽക്കുന്നത്. റേഡിയസ് ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് 6 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനീഷ്യലി പോയിൻ്റ് ഇവിടെ ആയിരുന്നു. ഒരു സർട്ടൺ ടൈം കഴിഞ്ഞപ്പോൾ ഇത് ഇവിടെ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്തു? ഇവിടെ സർട്ടൺ ആംഗിൾ ഇത് ഡീവിയേറ്റ് ചെയ്തു അല്ലേ. സോ ദീസ് ആംഗിൾ ഈസ് ഗിവൺ ബൈ d5. ആ ആംഗിളാണ് ഞാൻ d5 ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതെന്തിൻ്റെ ഡയറക്ഷനാണ്? ആംഗിൾ ചേഞ്ച് ചെയ്യുന്ന ഡയറക്ഷൻ അല്ലേ? ഫൈ ക്യാപ്പ്. അസിമുതൽ ആംഗിളിൽ വരുന്ന ചേഞ്ചാണ്. സോ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ വാല്യൂ ഫൈ ക്യാപ്പ്. ഓക്കെ, നമുക്ക് ഇത് ആക്സിസുകളായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വരിക? ഇതാണ് ഒരു ആക്സിസ്, ഇതൊരു ആക്സിസ്, ഇത് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മൂന്നാമത്തെ ആക്സിസ്. ഓക്കെ, ഇപ്പോൾ ഇവിടെയാണ് എന്ത് വരുന്നത്? ഫസ്റ്റ് ഇതിന് പാരലായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ലൈൻ വരുന്നത് എങ്ങനെയാണ്? ഇതാണ്. അപ്പോൾ ഇവിടേക്ക് ഉണ്ടാക്കുന്ന ആംഗിളാണ് ഫൈ. പുതിയ പൊസിഷൻ അല്ല, ഇതാണ്. ഇവിടെ നിന്നുള്ള ഈ സാധനത്തിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടേക്ക് വരച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടാവും അല്ലേ. ഇതാണ് ഫൈ ക്യാപ്പിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഈ ആംഗിളാണ് എന്ത്? d5 ആയിട്ട് മാർക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഉള്ളതും ജസ്റ്റ് മുകളിൽ ആ ബ്ലാക്കിൽ കാണിച്ചിട്ടുള്ളതും സെയിം ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഈ ഇതിൻ്റെ സിലിണ്ടറിൻ്റെ റേഡിയസ് ആണ് എന്താണ്? 6 ആയിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റും? ആ പോയിൻറ്റിലെ കോർഡിനേറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ എന്താ വരിക? ആർ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റമാണ് എടുക്കേണ്ടത്. ഫൈ അസിമുതൽ ആംഗിൾ ഫൈ ആൻഡ് സെഡ്. ഇതായിരിക്കും അവിടുത്തെ കോർഡിനേറ്റ്സ് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ഒരു ലോങ് സ്ട്രെയിറ്റ് വയറാണ്. അതിലൂടെ ഐ എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ആ സ്ട്രെയിറ്റ് വയറിന് ചുറ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സിലിണ്ടർ, ഒരു സർക്കുലർ പാത്ത്, റേഡിയസ് ആറുള്ള ഒരു സർക്കുലർ പാത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സിലിണ്ടർ അല്ല, റേഡിയസ് ആറുള്ള ഒരു സർക്കുലർ പാത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആ സർക്കുലർ പാത്തിലെ മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ബയോട്ട് സവാർട്സ് ലോ യൂസ് ചെയ്യാം. അക്കോർഡിംഗ് ടു ബയോട്ട് സവാർട്സ് ലോ നമുക്കറിയാം ബി ഈസ് ഈക്വൽ ടു എന്താണ്? mu 0 I by 2 pi r വിച്ച് ഈസ് ദി മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ പോയിൻറ്റ് പി. നമ്മൾ പി എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്ത് നിങ്ങൾ കണ്ടാവും. mu 0 I by 2 pi r is the strength of magnetic field at a particular distance r from the current carrying conductor. ഓക്കെ, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയാൻ സാധിക്കുക? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ സർക്കുലർ പാത്തിൻ്റെ ടാൻജൻ്റ് ആയിരിക്കും. ഓക്കെ, ഡയറക്ഷൻ ഓഫ് ബി ഓർ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് along the tangent of the circular path. സർക്കുലർ പാത്തിൻ്റെ ടാൻജൻ്റ് ആയിരിക്കും. ഓക്കെ, സർക്കുലർ പാത്തിൻ്റെ ടാൻജൻ്റ് ഡയറക്ഷനും ഫൈ ക്യാപ്പിൻ്റെ ഡയറക്ഷനും എന്താണ്?
സെയിം ആണ്, ഓർ ബോത്ത് ആർ പാരലൽ. ഓക്കെ, ടാൻജൻറ്റ് അറ്റ് എനി പോയിൻറ്റ് ഈസ് പാരലൽ ടു ഏത് ആംഗിളാണ്? അസിമുതൽ ആംഗിൾ, ഡയറക്ഷൻ ഓഫ് അസിമുതൽ ആംഗിൾ. ഓക്കെ, അപ്പോൾ ഫൈ ക്യാപ്പിനോട് പാരലായിരിക്കും ആര്? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ നമ്മുടെ ബിയുടെ വെക്ടോറിയലി ബി എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? μ0I/2πr ഇൻറ്റു അതിൻ്റെ ഡയറക്ഷൻ കൂടി നമുക്ക് കാണിക്കണം. എന്തിനോട് പാരലാണെന്ന് പറഞ്ഞിട്ട്? ഫൈയുടെ ഡയറക്ഷനോട് പാരലാണെന്ന് പറഞ്ഞിട്ട്. സോ യു ക്യാൻ പുട്ട് ഫൈ ക്യാപ്പ്. ഓക്കെ, ഇപ്പോൾ നമ്മളെ പോയിൻ്റ് ഈ സർക്കുലർ പാത്തിൽ ഒരു എലമെൻ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ഒരു സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് നടത്തിയെന്ന് വിചാരിക്കുക. സോ വാട്ട് ഈസ് ദ എലമെൻ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓർ സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ സിലിണ്ട്രിക്കൽ സിസ്റ്റം? സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ് വരിക? നമ്മൾ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം പറഞ്ഞ സമയത്ത് അത് എഴുതിയിട്ടുണ്ടായിരിക്കും. വെക്ടർ ഡി എൽ ഇസ് ഈക്വൽ ടു DRR cap plus DZ cap plus RD phi cap ആണ് ഇത് എലമെൻ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് വരിക. DRR cap plus DZ cap plus RD phi cap ആണ് വരിക. ഓക്കെ, സോ ബി ഡോട്ട് ഡി എൽ എന്താ വരിക? ബിയുടെ നമ്മൾ എഴുതിയിരുന്നത് μ0I/2πr ഇൻറ്റു ഫൈ ക്യാപ്പ് ഡോട്ട് ഡി എല്ലിന് പകരം മൊത്തം ടേം എഴുതാം. DRR cap plus DZ cap plus RD ഫൈ ക്യാപ്പ്. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്കറിയാലോ എന്താണ്? ഫൈ ഡോട്ട് ഫൈ 1 ആണ്, പക്ഷേ ഫൈ ഡോട്ട് ആറും ഫൈ ഡോട്ട് സെഡും എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ബി ഡോട്ട് ഡി എൽ എടുക്കുമ്പോൾ ഏത് ടേം മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ? ഇവിടെ ഫസ്റ്റത്തെ ഫൈ ഡോട്ട് ആറാണ് വരിക അല്ലേ? ഇവിടെ ഫൈ ഡോട്ട് ആറാണ് വരിക, ഇവിടെ ഫൈ ഡോട്ട് സെഡാണ് വരിക. അപ്പോൾ അത് രണ്ടും ഉണ്ടാവില്ല, ലാസ്റ്റ് ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം μ0I/2πr ഇൻറ്റു RD phi എന്നാണ് കിട്ടുക. അപ്പോൾ നമുക്കിവിടെ ആറുകൾ ക്യാൻസൽ ചെയ്യാം. സോ μ0I/2π ഇൻറ്റു ഡി ഫൈ നേടി. ദിസ് ഇസ് ബി ഡോട്ട് ഡി എൽ അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ബയോട്ട് സവാർഡ്സിലോ പറയുന്നത് എന്താണ്? ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എൽ ആണ്. സോ ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ μ0I/2π ഇൻറ്റു ഡി ഫൈ എന്ന് വരും. ഇവിടെ μ0I/2π കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രൽ ഓവർ ക്ലോസ്ഡ് പാത്ത് ഡി ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ടോട്ടൽ ആംഗിൾ വൈൽ റൊട്ടേറ്റിംഗ് ഇൻ എ സർക്കുലർ പാത്ത്. ഒരു സർക്കുലർ പാത്ത് നമുക്ക് ട്രേസ് ചെയ്യണമെങ്കിൽ എത്ര ആംഗിൾ, ഒരു സർക്കിൾ നമുക്ക് വരയ്ക്കണമെങ്കിൽ എത്ര ആംഗിൾ ട്രേസ് ചെയ്യണം എന്ന് ചോദിച്ചാൽ എത്ര നമുക്ക് കിട്ടുക? ഇറ്റ് വിൽ ബി ഈക്വൽ ടു 2π. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്തായി? ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു μ0I/2π ഇൻറ്റു 2π എന്ന് കിട്ടും അല്ലേ? ഈ 2πകൾ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ റിസൾട്ട് എന്തായി? ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു μ0I എന്നായിട്ട് മാറി. ഇതാണ് എന്ത്? നമ്മുടെ ആംബിയേഴ്സ് ലോൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ പ്രൂഫാണ് നമ്മളിപ്പോൾ കണ്ടത്. ക്ലിയർ ആണല്ലോ? ഇവിടെ നമ്മൾ ഒറ്റ സ്ട്രെയിറ്റ് വയറാണ് കൺസിഡർ ചെയ്തത്. ഇവിടെ ഒന്നിൽ കൂടുതൽ സ്ട്രെയിറ്റ് വയറുകൾ ഉണ്ടെങ്കിൽ, ഒറ്റ സ്ട്രെയിറ്റ് വയറാകുമ്പോൾ ആ വയറിലൂടെ ഉള്ള കറണ്ട് മാത്രമാണ് നമുക്ക് വരിക. നമുക്ക് ഒന്നിൽ കൂടുതൽ സ്ട്രെയിറ്റ് വയേഴ്സ് നമുക്ക് ഇവിടെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കറണ്ടിൻ്റെ നെറ്റ് എൻക്ലോസ്ഡ് കറണ്ട് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. നമുക്ക് ക്ലിയർ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്ലോസ്ഡ് പാത്ത് എന്ന് വിചാരിക്കാം. ഇതിലൂടെ കുറേ കണ്ടക്ടേഴ്സ് ഉണ്ട്. 1 2 3, സപ്പോസ് 1 ഈസ് ഔട്ട് സൈഡ്. ഇതിലൂടെ പോകുന്ന കറണ്ട് I1 ആണ്, ഇതിലൂടെ പോകുന്ന I2 ആണ്, ഇതിലൂടെ പോകുന്ന I3 ആണ്, ഇതിലൂടെ പോകുന്നത് I4 ആണ്. അപ്പോൾ ബയോട്ട് സവാർഡ്സ് ലോ ആംബിയേഴ്സ് ലോ പ്രകാരം എന്താണ് പറയുന്നത്? ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു μ0I എൻക്ലോസ്ഡ്. ഇവിടെ I എൻക്ലോസ്ഡ് എന്താണെന്ന് പറഞ്ഞാൽ അത് നമുക്കൊന്ന് ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഉള്ളിലുള്ള കറണ്ടുകൾ മാത്രം മതി. I1 പ്ലസ് I2 പ്ലസ് I3, ടോട്ടൽ കറണ്ട് I1 പ്ലസ് I2 പ്ലസ് I3 മതി. I4 എന്താ ചെയ്യുന്നത്? ഈ ലൂപ്പിൻ്റെ പുറത്തല്ലേ, അപ്പോൾ അത് നമ്മൾ ഉൾപ്പെടുത്തില്ല. അപ്പോൾ ലൈൻ ഇൻ്റഗ്രൽ ക്ലോസ് ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു എന്താ വരിക? μ0 ഇൻറ്റു I1 പ്ലസ് I2 പ്ലസ് I3 എന്നാണ് വരിക അക്കോർഡിംഗ് ടു ദിസ് ഫിഗർ. ഓക്കെ, ഇതാണ് ആംബിയേഴ്സ് ലോൻ്റെ ഒരു കണ്ടീഷൻ. ഇനി നമുക്കിതിൻ്റെ എന്ത് ചെയ്യാനുണ്ട്? ഡിഫറൻഷ്യൽ ഫോം എന്താണെന്ന് നോക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ലൈൻ ഇൻ്റഗ്രൽ ഫോമാണ് നമ്മൾ എന്ത് ചെയ്തത്? ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു μ0I എൻക്ലോസ്ഡ് എന്ന് ചെയ്തത്. സോ ദിസ് ഇസ് ദ ഇൻ്റഗ്രൽ ഫോം ഓഫ്
ആംബിയേഴ്സ് ലോൻ്റെ ഇൻ്റഗ്രൽ ഫോമാണ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഡിഫറൻഷ്യൽ ഫോം വേണം. ഓക്കെ, നമുക്കറിയാം ജെ എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ ക്ലാസ്സിൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ജെ എന്ന് പറഞ്ഞാൽ എന്താണ്? വോള്യം കറണ്ട് ഡെൻസിറ്റിയാണ്. നമ്മൾ പലതരത്തിലുള്ള കറണ്ട് ഡെൻസിറ്റികളെ കുറിച്ച് മുമ്പ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ജെ എന്ന് പറയുന്നത് വോള്യം കറണ്ട് ഡെൻസിറ്റിയാണ്. സോ വോള്യം കറണ്ട് ഡെൻസിറ്റി ആയതുകൊണ്ട് തന്നെ ഐ എൻ ക്ലോസ്ഡ് ഈസ് ഈക്വൽ ടു എന്താ വരിക? സർഫസ് ഇൻ്റഗ്രൽ ജെ ഡോട്ട് ഡി എ ആണ് വരിക. സർഫസ് ഇൻ്റഗ്രൽ ഐ എൻ ക്ലോസ്ഡ് ഈസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ജെ ഡോട്ട് ഡി എ ആണ്. അപ്പോൾ നമ്മൾ ഈ ഐ എൻ ക്ലോസ്ഡിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൂടെ? മുകളിൽ എഴുതിയിട്ടുള്ള ഇക്വേഷനിൽ അപ്പോൾ നമ്മുടെ എന്താ വരിക? ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു μ0 ഇൻറ്റു സർഫസ് ഇൻ്റഗ്രൽ ജെ ഡോട്ട് ഡി എ എന്നായിട്ട് മാറി. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലൈൻ ഇൻ്റഗ്രലും റൈറ്റ് ഹാൻഡ് സൈഡ് സർഫസ് ഇൻ്റഗ്രലുമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്യാം. അപ്ലൈ സ്റ്റോക്സ് തിയറം ഓൺ ആർ എച്ച് എസ് അല്ല, എൽ എച്ച് എസ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് നമ്മൾ സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അക്കോർഡിംഗ് ടു സ്റ്റോക്സ് തിയറം എന്താ സ്റ്റോക്സ് തിയറം പറയുന്നത്? അക്കോർഡിംഗ് ടു സ്റ്റോക്സ് തിയറം ഇനി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ലൈൻ ഇൻ്റഗ്രലിനെ സർഫസ് ഇൻ്റഗ്രലാക്കി കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ലൈൻ ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ഡെൽ ക്രോസ് എഫ് ഡോട്ട് ഡി എ ആണെന്നുള്ളതാണ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോക്സ് തിയറം പറയുന്നത്. അപ്പോൾ ആ സ്റ്റോക്സ് തിയറം നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ അല്ലേ? നമ്മുടെ സ്റ്റോക്സ് തിയറാണ് നമ്മളിവിടെ നോക്കുന്നത്. ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ എഴുതാൻ പറ്റും? സർഫസ് ഇൻ്റഗ്രൽ ഡെൽ ക്രോസ് ബി ഡോട്ട് ഡി എ എന്നാക്കി പറ്റും. ഇതേപോലെ എഫിന് പകരം ഡെൽ ക്രോസ് എഫ് ആയപ്പോൾ ബിക്ക് പകരം എന്ത് വരും? ഡെൽ ക്രോസ് ബി എന്ന് വരും. ഡി എല്ലിന് പകരം ഡി എയും വന്നു. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് എന്ത് കൊടുക്കാം? ഡെൽ ക്രോസ് ബി ഡോട്ട് അല്ലേ? ഇവിടെ ക്ലോസ് ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എല്ലിന് പകരമാണ് നമ്മൾ എന്ത് എഴുതിയത്? ഈ സാധനം എഴുതിയത് അല്ലേ? അപ്പോൾ നമുക്ക് ഡെൽ ക്രോസ് ബി ഡോട്ട് ഡി എ എന്നുള്ളത് കൊടുക്കാം. സോ സർഫസ് ഇൻ്റഗ്രൽ ഡെൽ ക്രോസ് ബി ഡോട്ട് ഡി എ ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? സർഫസ് ഇൻ്റഗ്രൽ μ0നെ ഞാൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്നു. μ0 ജെ ഡോട്ട് ഡി എ എന്നായിട്ട് മാറി. ഓക്കെ, ഇപ്പോൾ രണ്ട് സൈഡും നമുക്ക് ഈക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? വെൻ വി ഈക്വേറ്റ് വി ക്യാൻ ഫൈൻഡ് ദാറ്റ് ഡെൽ ക്രോസ് ബി ഇസ് ഈക്വൽ ടു μ0 ജെ അല്ലേ? രണ്ട് സൈഡിലും സർഫസ് ഇൻ്റഗ്രൽ ഉണ്ട് അല്ലേ? നമ്മുടെ ആ ഇക്വേഷൻസ് നോക്കിയാൽ കാണാം. ഇവിടെയും സർഫസ് ഇൻ്റഗ്രലാണ്, ഇവിടെയും സർഫസ് ഇൻ്റഗ്രലാണ്. ഓർ ഡി എ ആണ്, ഓർ ഡി എ ആണ്. ഡോട്ടാണ് രണ്ടിലുള്ളത്. അപ്പോൾ ഇതൊക്കെ ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഡെൽ ക്രോസ് ബിയും μ0 ജെയും ഈക്വൽ ആണെന്നുള്ളത്. അപ്പോൾ അതാണ് നമ്മുടെ ഇത് ഡിഫറൻഷ്യൽ ഫോം ഓഫ് ആംബിയേഴ്സ് ലോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോമാണ്, ഡിഫറൻഷ്യൽ ഫോം ഓഫ് ആംബിയേഴ്സ് ലോ. ഈ ഡിഫറൻഷ്യൽ ഫോം ഓഫ് ആംബിയേഴ്സ് ലോയും ഫാരഡേസ് ലോയും അതേപോലെയുള്ള ഗോസസ് ലോ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ മാക്സ്വെൽസ് റിലേഷൻസ് എന്ന് പറയുന്ന ഭാഗങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിഫറൻഷ്യൽ ഫോം ഓഫ് ആംബിയേഴ്സ് ലോയെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മളിതിൽ ഇവിടെ നമ്മൾ ഡെൽ ക്രോസ് ബി കേൾ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു μ0 ജെ എന്നല്ലേ കണ്ടെത്തിയത്. നമുക്കിതിൽ നിന്നൊരു കാര്യം കൂടി കണ്ടെത്തണം. വാട്ട് ഈസ് മീൻ ബൈ ഡൈവർജൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്? ഓക്കെ, സോ ഡൈവർജൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡൈവർജൻസ് ഓഫ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡൈവർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഫീൽഡ് ലൈൻസ് ഓർ ഫ്ലക്സ് കമ്മിങ് ഔട്ട് ഓവർ എ ക്ലോസ്ഡ് സർഫസ് പെർ യൂണിറ്റ് വോള്യം. ഒരു യൂണിറ്റ് വോള്യത്തിലൂടെ ഒരു ക്ലോസ്ഡ് സർഫസിൽ ഒരു യൂണിറ്റ് വോള്യമുള്ള ക്ലോസ്ഡ് സർഫസിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഫ്ലക്സിൻ്റെ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ഓവർ ദ ഏരിയ, അതിനെയാണ് നമ്മൾ എന്ത് നോക്കുന്നത്? ഡൈവർജൻസ് എന്ന് പറയുന്നത്. സോ ഡൈവർജൻസ് ഓഫ് ബി അതൊരു സബ് ഹെഡിങ് പോലെ നമുക്ക് എടുക്കാം. ഡൈവർജൻസ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഡെൽ ഡോട്ട് ബി വിച്ച് ഇസ് ഈക്വൽ ടു ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ്, ആകെ ഉണ്ടായിരുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോള്യം അല്ലേ? സോ ഇറ്റ് ഈസ് ദ flux coming out of a closed surface per unit volume. So total flux coming out by unit volume ആണ് എന്ത്? ഡെൽ ഡോട്ട് ബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നൊരു ക്ലോസ്ഡ് സർഫസ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു വോള്യം എലമെൻ്റ് ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ എന്ത് ഡീട്ടോ എന്ന് പറയുന്ന ലെറ്ററിൽ മാർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ സർഫസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ചെറിയൊരു സർഫസ് കൺസിഡർ ചെയ്യാം. ഓക്കെ,
ഈ സർഫസിലൂടെ പുറത്തേക്ക് വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇൻ എ ഡയറക്ഷൻ നോർമൽ ടു ഏരിയ, അതാണ് നമ്മൾ നോക്കുന്നത്. ഇതാണ് ബിയുടെ ഡയറക്ഷൻ, ഏരിയയുടെ ഡയറക്ഷൻ ഇതുമാണ്. വളരെ ചെറിയ ഏരിയ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഡി എ എന്നെടുത്തത്. ഓവർ ദ എൻ്റയർ സ്പേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എ ക്യാപിറ്റൽ എ എന്നോ എന്താണെന്ന് വെച്ചാൽ ഏരിയയുടെ ടോട്ടൽ വാല്യൂ എന്താണെന്ന് വെച്ചാൽ അത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വളരെ ചെറിയൊരു ഏരിയ ആണ് ഡി എ. ദെൻ ദ എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ഡി എ, ഈ ഒരു പോയിന്റിലൂടെ വരുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എന്താ വരിക? ദ മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ദ ഗിവൺ ഏരിയ, ത്രൂ ദ ഏരിയ എ അല്ലെങ്കിൽ ഡി എ, ചെറിയൊരു ഏരിയ അല്ലേ ഡി എ എന്ന് പറയുന്നത് എന്താ വരിക? ഡി ഫൈ ഇസ് ഈക്വൽ ടു, ചെറിയ ഫ്ലക്സ് ആണ്, ബി ഡോട്ട് ഡി എ എന്നാണ് വരിക. സോ വാട്ട് ഈസ് ദ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് over the closed surface, total magnetic flux over the or through the entire surface. നമ്മൾ ചെറിയൊരു സർഫസിലാണ് ഡി ഫൈ എന്ന് എഴുതിയത്. അപ്പോൾ എൻ്റയർ സർഫസിലേക്ക് മാറുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? അത് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് ഫൈ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി ഫൈ ആണ്. സോ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി ആണ്. ഇത് ഇൻ്റഗ്രേഷൻ ആണ്, ഇൻ്റഗ്രേഷൻ ഓവർ ഏരിയയാണ് വരുന്നത്. ഓക്കെ, ഇഫ് ഡി ടോ എന്ന് പറയുന്നതാണ് ചെറിയ വോളിയം എലമെൻ്റ് എങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ വോളിയം എൻക്ലോസ്ഡ് ബൈ ദ ക്ലോസ്ഡ് സർഫസ്? ഡി എ എന്ന് പറയുന്നത് ചെറിയ വോളിയം എലമെൻ്റ് ആണ്. സോ ടോട്ടൽ വോളിയം എൻക്ലോസ്ഡ് ബൈ ദ സർഫസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വരിക? ഇൻ്റഗ്രൽ ഡി ടോ എന്ന് വരും അല്ലേ, ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി ടോ എന്ന് വരും. അപ്പോൾ നമുക്കിത് രണ്ടും ഏത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇവിടെയുള്ള ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം എന്ന് പറയുന്ന റിലേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്താ നമ്മൾ എഴുതിയത്? സർഫസ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം എന്താ പറഞ്ഞത്? വോളിയം ഇൻ്റഗ്രൽ ഡി ടോ. ഓക്കെ, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്ലോസ് സർഫസിലൂടെ എൻ്റർ ചെയ്യുന്നു, അല്ലെങ്കിൽ എത്ര ദ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് entering must be equal to this leaving. Okay, so the net flux through the closed surface is always zero. Magnetic lines ന്റെ പ്രത്യേകതയാണ് net flux through the closed surface is always zero. Net flux through the closed surface is always എത്രയാണെന്നാ പറഞ്ഞത്? 0. That is flux entering is equal to flux leaving. എൻ്റർ ചെയ്യുന്ന ഫ്ലക്സ് എത്രയാണ്? നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ആണ്. ഒരു യൂണിറ്റ് ഏരിയയിലൂടെ എൻ്റർ ചെയ്യുന്ന അത്രയും നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് അതേ യൂണിറ്റ് ഏരിയയിലൂടെ പുറത്തേക്ക് മറ്റൊരു സ്ഥലത്തുള്ള പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം ഫൈ ഇസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എ അല്ലേ. ടോട്ടൽ ഫ്ലക്സ് എൻറ്ററിങ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഫ്ലക്സ് ലീവിങ് ആണെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ ഫ്ലക്സ്? നെറ്റ് ഫ്ലക്സ് ത്രൂ ദ സർഫസ്. നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വന്ന ആൾക്കാർ മുഴുവൻ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ നെറ്റ് ഈസ് 0 അല്ലേ. അപ്പോൾ നമ്മൾ ഈ സാധനം നമ്മുടെ എബവ് ഈക്വേഷനിൽ ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു എന്ന റിലേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും അല്ലേ. ഇവിടുത്തെ ഈക്വേഷനിൽ സർഫസ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എന്ന് പറയുന്നൊരു ടേം ഉണ്ടല്ലോ, അത് 0 ആണെന്നാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയത് അല്ലേ. അപ്പോൾ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം എന്താണ്? ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ഡൈവർജൻലെസ് അല്ലേ. ഡെൽ ഡോട്ട് എന്ന് പറഞ്ഞാൽ ഡൈവർജൻസ് ആണ്. ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈവർജൻസ് 0 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ഡൈവർജൻസ്ലെസ്. ഓക്കെ, ഇതാണ് നമ്മളെ ആംബിയേഴ്സ് ലോയിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ എക്സ്പ്രഷനിൽ നിന്നും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഡൈവർജൻസ് ലിങ്സ് എന്നുള്ളതും നമുക്ക് ക്ലിയറായി. അപ്പോൾ ആംബിയേഴ്സ് ലോ നമ്മൾ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഡിഫറൻഷ്യൽ ഫോം എന്താണെന്ന് പറഞ്ഞു, അതിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഡൈവർജൻസ് ലെസ് ആണെന്നുള്ളതും നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, താങ്ക് യു.